ആരുമില്ല എൻ്റെ തുണിയൊന്നും അഴിച്ചു തരാമെന്ന്, കാരണം കൈവിട്ടാൽ അവിടെ ഓടിപ്പോവും എന്ന് പറഞ്ഞിട്ട് നിർത്തി. ഇനി ഈ തുടങ്ങിക്കോ ഡയറക്ഷൻ. കംപ്ലീറ്റ് എല്ലാവരും നിന്ന് പൊട്ടിച്ചിരി നാണിച്ച് വായ്പൊച്ചിരിക്കുന്നു. അങ്ങനെ അനുഗ്രഹിച്ചിട്ടാണ് ചന്ദ്രകുമാറിനെ ഡയറക്ടറാക്കിയത്. ഒറ്റക്കയ്യൻ ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റക്കയ്യൻ അവിടുന്ന് മെല്ലെ പുറത്തു വന്ന് ഇവിടെ ഇടുപ്പിൽ ചേർത്ത് പിന്നുന്ന ഒറ്റ പിടിയാണ്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സത്യനന്ദിക്കാടും രണ്ടുപേരും നോക്കിയിരുന്ന് ചിരിക്കും. അങ്ങനെ 1977 ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴും അസിസ്റ്റൻ്റ് ഡയറക്ടർ തന്നെയായിരുന്നു. ആ തൊഴിൽ നിർത്തിയില്ല. അത് നിർത്തിയത് 79 80 10-30 സിനിമ ഡയറക്റ്റ് ചെയ്ത ശേഷമാണ് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ഷൻ നിർത്തിയത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ ഗുരുക്കന്മാരെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ അവരെയും അവരുടെ സിനിമകളിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം അതൊരു വല്ലാത്ത സുഖമായിരുന്നു. ഓടി നടന്ന് പണിയെടുക്കുക. ഡയറക്ടറാകുമ്പോൾ എല്ലാവരും നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങുന്ന ആവശ്യമില്ലാതെ. ഞാനും അവരെ പോലെ 2 കണ്ണും ഒരു മൂക്കുള്ള വ്യക്തിയാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. എസ് സാറിന് എനിക്ക് സാറ് കേൾക്കുമ്പോൾ തന്നെ ആകപ്പാടെ ടെൻഷൻ ആരംഭിക്കും. എനിക്ക് എന്നെ ചന്ദ്ര എന്ന് വിളിച്ചാൽ ഞാൻ ഓക്കെ ആയി. അല്ലെങ്കിൽ എന്നെ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ ആരും സാറെന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. കഴിയുന്നത് എല്ലാവരും ചന്ദ്രേട്ടാന്ന് വിളിക്കാറുണ്ട്. എൻ്റെ കുടുംബത്തിലെ ഒരാളെ പോലെ ഞാൻ അവരെ കാണുന്നു. അതാണ് എനിക്കിഷ്ടം. ഞാനൊന്നും പഠിപ്പിക്കുന്ന സാറാവാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു ഗുരുകുലവാസത്തിൽ കൂടെ വന്നു. നമ്മൾ ആശാനെ മാഷേന്നൊക്കെ വിളിച്ചു എന്നല്ലാതെ നമ്മൾ സായിപ്പ്മാരുടെ വേടൊന്നും കടമെടുത്ത് ഞാനൊന്നും വിളിക്കാൻ പോയിട്ടില്ല. പിന്നെ ചിലരെ അങ്ങനെ വിളിച്ചേ പറ്റുമെന്ന് തോന്നുമ്പോൾ നമ്മൾ വിളിക്കുന്നു. കാരണം അവരത് ഇഷ്ടപ്പെടുന്നു. അവർക്ക് നമ്മൾ ഏട്ടാന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അവനാരെ എന്നെ ഏട്ടാന്ന് വിളിക്കാൻ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല. അവരെയൊക്കെ സാറേന്ന് വിളിക്കുന്നവരെ സാറേന്ന് തന്നെ വിളിക്കും. കുഴപ്പമില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. ഏട്ടനായാലും സാറായാലും ഒന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോൾ എനിക്കൊരു ക്യാമറമാൻ അന്വേഷിച്ച് നടക്കുകയാണ്. അത് പറയുമ്പോൾ ഭയങ്കര രസമുള്ള കഥ. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരിക്കുമ്പോൾ രാമചന്ദ്ര ബാബു പറഞ്ഞ ക്യാമറമാൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ JC ഡയറക്ടർ അഗ്നിപുഷ്പം പറഞ്ഞിട്ട് സിനിമ ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്. ആ ഷൂട്ടിങ്ങിന് JC വന്നപ്പോൾ രാമേന്ദ്ര ബാബു ക്യാമറമാനായിട്ട് വന്നപ്പോൾ രാമേന്ദ്ര ബാബുവിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നു ഒരു തടിച്ചൊരു പയ്യൻ. തമിഴനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ്റെ ലുക്കും ഭാവങ്ങളും നടത്തവും മാനറിസം ഒക്കെ അങ്ങനെയാണ്. തമിഴ്നാട്ടിലെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. കാരണം പോണു ഒരു കർച്ചീഫ് കഴുത്തിൽ കിട്ടുന്നുണ്ട്, അതുവരെ മുഖം തുടയ്ക്കണം, ഇങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഈ JC പറഞ്ഞ സംവിധായകനെല്ലാവരും കുഴപ്പം നാടകത്തിൽ നിന്ന് വന്നാണ്. അദ്ദേഹത്തിന് രാത്രി ഷൂട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. പകൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. രാത്രിയാകുമ്പോൾ പുള്ളി ഉണരും. 2 മണി 3 മണി വരെ പോയാൽ ഹാപ്പി. അതാണ് സ്ഥിതി. അപ്പോൾ ഞങ്ങളൊക്കെ രാത്രി വർക്ക് ചെയ്ത് തമിഴന്മാരിങ്ങനെ അന്ന് ഇവിടെ ഒന്നും ക്യാമറ യൂണിറ്റൊന്നുമില്ല. എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരണം. ഇതിൻ്റെ ഷൂട്ടിങ് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രി 12-1 മണിയാകുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് ആഹാരം കഴിക്കാൻ. അപ്പോൾ തരുന്ന ആഹാരം എന്താ അറിയില്ലേ? പൊറോട്ടയും താറാമുട്ടയും. നമ്മുടെ തമിഴന്മാർ ജീവിതത്തിൽ അത് കണ്ടിട്ടില്ല. പൊറോട്ടയും മുട്ടയും നമ്മുടെ ദേശീയ ഭക്ഷണമാണ്. നമ്മളാണത് കഴിക്കുന്നത്. അവർക്കറിയില്ല. അവർ പ്രാകുന്നുണ്ടാവും. എന്നാ അത് വാത്തുമുട്ട കൊണ്ടുവന്നിരിക്കാங்க, വാത്തുമുട്ട ആർക്ക് വേണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ അവിടെ വലിച്ചിടുക ഒരു ദേഷ്യം വന്നിട്ട്. പൊറോട്ടയൊക്കെ ഒരെണ്ണൊക്കെ കഴിച്ച് പോവും. അപ്പോൾ ആനന്ദക്കുട്ടൻ ആണ് ഈ പറഞ്ഞ ക്യാമറ അസിസ്റ്റൻറ്റ്. ഞാൻ പേര് പറഞ്ഞില്ല എന്നുള്ളൂ. ആനന്ദക്കുട്ടൻ അസിസ്റ്റൻ്റായിട്ടാണ്. അപ്പോൾ അവൻ പറയും, ചന്ദ്ര എനിക്ക് വിശക്കണോ, ആ മുട്ടയൊക്കെ വാങ്ങി തന്നാൽ ഞാൻ കഴിച്ചോളാം. അങ്ങനെ ഞാൻ നടന്ന് 40-45 മുട്ട കളക്ട് ചെയ്യും. പിന്നെ ഒരു 10-50 പൊറോട്ടയും. ഇത് മുഴുവൻ ഇരുന്ന് പിന്നെ ഒറ്റയ്ക്ക് തിന്നും. അപ്പോൾ ഞാനും എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സത്യനന്ദിക്കാടും രണ്ടുപേരും നോക്കിയിരുന്ന് ചിരിക്കും. ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ദഹിക്കാനായിട്ട് അന്ന് 5 kV 10 kV പറഞ്ഞ വലിയ ലൈറ്റുകളാണ്. ഇന്നത്തെ പോലെ ചെറിയ ലൈറ്റില്ല. അന്ന് അത്ര ഹാർഡായിട്ട് ലൈറ്റ് ചെയ്താലേ ക്യാമറ ആയാലും ഫിലിമിൽ എക്സ്പോസ് ആവുള്ളൂ. ആ ലൈറ്റൊക്കെ കൊണ്ട് വെച്ച് അതെടുത്തിട്ട് തൂക്കിയിട്ട് അങ്ങോട്ട് കൊണ്ട് നടക്കുകയാണ് ബ്രേക്ക് കഴിയുന്നവരെ. ഇത് ദഹിക്കുക. ഞാൻ പറയും, എന്നാൽ പിന്നെ ഇത് കഴിക്കാതിരുന്നാൽ പോരെ. വിശക്കുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റുമോ? കഴിക്കണ്ടേ? കഴിക്കുക. അതുകൊണ്ട് ഇവരോട് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഒരു റൂംമേറ്റ്സ് ഷൂട്ടിങ്ങിൽ. അപ്പോൾ ഞാൻ വെറുതെ ഒരു ദിവസം പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ ലൈറ്റിങ്ങൊക്കെ പഠിച്ചു തുടങ്ങി, അറിയുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഡയറക്ടറാകുമ്പോൾ നീയായിരിക്കും എൻ്റെ ക്യാമറാമാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ അങ്ങനെ കളിയാക്കി പറഞ്ഞു. ഞാനത് വിട്ടു. പക്ഷേ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ക്യാമറമാനെ വെച്ചോട്ടെ ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ ഇവൻ്റെ വീട് അന്വേഷിച്ച് പോകണം. അന്ന് അവനൊരു പാവം കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവൻ്റെ അളിയൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അവൻ്റെ അളിയൻ പറഞ്ഞ അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്ററായിരുന്നു. നമ്മുടെ KG ജോർജിൻ്റെ പടങ്ങളൊക്കെ ചെയ്ത എഡിറ്റർ അപ്പു. ആ അപ്പുവേട്ടൻ്റെ വൈഫിൻ്റെ അനിയനാണ് ആനന്ദക്കുട്ടൻ. അപ്പോൾ ആനന്ദക്കുട്ടൻ അവിടെ താമസിച്ച് അപ്പുവേട്ടൻ കൊണ്ടുവന്നിട്ടാണ് സിനിമയെ ചേർത്ത് കൊടുത്ത് വാഹിനി സ്റ്റുഡിയോയിൽ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് ട്രോളിയും തള്ളി നടക്കുന്ന കാലഘട്ടത്തിൽ
ഏതോ ഒരു പടം രാമേന്ദ്ര ബാബു അവിടെ വർക്ക് ചെയ്തപ്പോൾ രാമേന്ദ്ര ബാബുവിൻ്റെ കൂടെ കൂടിയതാണ്. അങ്ങനെ സ്റ്റുഡിയോ വിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് ആ സ്റ്റുഡിയോ സംസ്കാരം പോയിട്ടില്ലായിരുന്നു എൻ്റെ അടുത്ത്. അതേപോലെയാണ് ഇവൻ്റെ നടത്തവും പെരുമാറ്റമൊക്കെ കുറച്ച് റഫ് ആൻഡ് ടഫായിരുന്നു ആദ്യം അവൻ. അപ്പോൾ എന്നിട്ട് ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാൻ പിന്നെ എന്നെ ഡയറക്ടറാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഇവനെ അന്വേഷിച്ച് ഇവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവൻ്റെ ചേച്ചി എന്നെ കണ്ടു. ആരാ ചോദിച്ചു. ഞാൻ എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. പറഞ്ഞപ്പോൾ ഞാൻ കുട്ടനെ കാണാമെന്ന്. കുട്ടനില്ല, ഒരു സിനിമയുടെ പ്രിവ്യൂവിന് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എവിടെ വെച്ചോ? അത് ഏവിയൻ സ്റ്റുഡിയോ ഈ തിയേറ്ററിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി പറഞ്ഞു. നേരെ ഏവിയൻ സ്റ്റുഡിയോയിൽ പോകണം. അവിടെ പോകുമ്പോൾ അജയനും വിജയനും പറഞ്ഞ പ്രേംനസീറിൻ്റെ സിനിമ ശശികുമാർ സാർ ഡയറക്ടർ, അതിൻ്റെ പ്രിവ്യൂ. അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ സിനിമാക്കാർക്ക് സിനിമ കാണാനുള്ള ഏക സന്ദർഭം അവിടെ ഇടുന്ന പ്രിവ്യൂ ആയിരുന്നു. അപ്പോൾ ഓരോ പ്രിവ്യൂ ഉള്ളപ്പോൾ ഞങ്ങളൊക്കെ പോകും കാണും. എല്ലാ ഡയറക്ടേഴ്സും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും വിളിക്കണ്ട, ഞങ്ങളുടെ പടം പ്രിവ്യൂ ഉണ്ട്, വേണമെങ്കിൽ വന്ന് കണ്ടോന്ന്. ആർക്ക് വേണമെങ്കിൽ നമ്മൾ പോയി കാണാം. ഞങ്ങൾ കുറേ പേര് ഞങ്ങൾക്ക് എപ്പോഴും സ്റ്റുഡിയോയിൽ കയറി പോകാനുള്ള പെർമിഷനുണ്ട്, ഞങ്ങൾ കയറി പോകും കാണും. അപ്പോൾ ഞാൻ നേരെ അവിടെ പോയി. അപ്പോൾ അവിടെ പ്രിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് ഞാൻ പുറത്തിരുന്നു. ഇൻ്റർവെല്ലിൽ ഇവനെ കണ്ടു, വിളിച്ചു. പുറത്തു കൊണ്ട് ഒരു കാര്യം പറയേണ്ടത് ചോദിച്ചു. ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്, എനിക്ക് ഡയറക്ഷൻ ചാൻസ് കിട്ടി, അതുകൊണ്ട് നീയാണ് എൻ്റെ ക്യാമറമാൻ. ഞാനോ? അയ്യോ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് അതിനുള്ളൊന്നും അറിവൊന്നുമില്ല, ഞാൻ കുറച്ചൊക്കെ പഠിച്ചുള്ളൂ, ഞാൻ എൻ്റെ അറിവ് മതി, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്നും അസിസ്റ്റൻറ്റ് ഡയറക്ടറെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ക്യാമറമാരുടെ അടുത്തും ഞാൻ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. ബാലു മഹേന്ദ്ര എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മധുവമ്പാട്ടിനോട് ചോദിക്കാറുണ്ട്, മധുവമ്പാട്ട് കുറേ പറഞ്ഞു തരും. ബാലു മഹേന്ദ്ര എൻ്റെ SJ തോമസ് പറഞ്ഞിട്ട് പഴയൊരു ക്യാമറമാൻ, അദ്ദേഹം കൊടൈക്കനാലിലൊരു സ്റ്റുഡിയോ നടത്തുമായിരുന്നു. അപ്പോൾ ഏതൊരു തമിഴ് ഷൂട്ടിംഗ് അവിടെ നടന്നപ്പോൾ പുള്ളി ഷൂട്ടിംഗ് കണ്ടിട്ട് പുള്ളി സ്റ്റുഡിയോ പൂട്ടിയിട്ട് അടുത്ത കടയിൽ താക്കോൽ കൊടുത്ത് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് വണ്ടി കയറിയ ആളാണ്. പിന്നെ മദ്രാസിൽ വന്ന് അറിയപ്പെടുന്ന വലിയ ക്യാമറമാനായി അദ്ദേഹം നാടോടി മന്നൻ സിനിമയിൽ കളർ ഫോട്ടോഗ്രാഫിയൊക്കെ ആദ്യമായിട്ട് കളർ ഫോട്ടോഗ്രാഫി സൗത്ത് ഇന്ത്യയിൽ ചെയ്ത ക്യാമറമാനാണ്. അദ്ദേഹമാണ് 75 വയസ്സിൽ ഈ 10-30 വയസ്സിലെ എൻ്റെ സിനിമ ഉയർഞ്ഞ നാടകയെ മോഹൻലാലിനെ വെച്ചിട്ട് ക്യാമറമാനായി വർക്ക് ചെയ്ത്, ഞാൻ പിറന്ന നാട്ടിലൊക്കെ വർക്ക് ചെയ്ത് വലിയ ക്യാമറമാനാണ്. ട്രിക്ക് ഷോട്ട്സ് എങ്ങനെ എടുക്കണമെന്ന് എന്നെ പഠിപ്പിച്ചതെന്ന്. ഇന്നും പല ക്യാമറമാർക്കും ട്രിക്ക് ഷോട്ട്സ് എടുക്കാറില്ല. കാരണം ഇന്നുള്ളവർ വളരെ ഈസിയായിട്ട് അന്ന് CG ചെയ്യാം, ഗ്രാഫിക്സിന് കൊടുക്കാം. അന്ന് CG ഇല്ല, ഗ്രാഫിക്സ് ഇല്ല, ഞങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് പഠിച്ചവരാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് ഞാനുണ്ടാ കൂടെ വാട നീ ധൈര്യം ചെയ്യണം, ഞാനില്ലേ ഷോട്ട് തെറ്റിയാലും ഞാനല്ലേ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ ഭാഷൻ പറഞ്ഞു ശരി ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് ടെസ്റ്റ് ഇട്ട് കാണണമെന്ന്. അപ്പോൾ എൻ്റെ അഭിനയിക്കുന്ന തിക്കുറിശി, ജയഭാരതി, വിൻസൻ, ജയൻ, രാഘവൻ, ശങ്കരാടി, KPS ലളിത, അപ്പു ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ചന്ദ്രൻ മോനെ എൻ്റെ ആദ്യത്തെ സിനിമയാണ്, അത് ആരാന്നറിയില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെയാണ്. അന്ന് പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കണമെങ്കിൽ ഭയങ്കര നോളജ് വേണം. വെറുതെ ക്യാമറ വെച്ച് എടുത്താൽ ഇന്ന് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി പോലെയല്ല, ഒന്നും എക്സ്പോസ് ആവില്ല, ചുണ്ണാൻ പഠിച്ച പോലെ ഉണ്ടാവും. കറക്റ്റായി ലൈറ്റപ്പ് ഇല്ലെങ്കിൽ ഡെപ്ത് ഉണ്ടാവില്ല, സെപ്പറേഷൻ ഉണ്ടാവില്ല. നമ്മുടെ തലമുടിയിലത്തെ ബ്ലാക്കും ബാക്കിൽ എന്തെങ്കിലും ചുവന്ന ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുവന്ന കളർ ഉണ്ടെങ്കിൽ അതുമായിട്ട് മർജായി പോകും. അപ്പോൾ സെപ്പറേറ്റ് ലൈറ്റപ്പ് ചെയ്ത് കറക്റ്റായി ഡെപ്തിൽ മോൾഡായിട്ട് ഡെവലപ്പ് ചെയ്യാൻ അറിയണം. ആ ലൈറ്റിങ്ങൊക്കെ അന്ന് പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ എന്നെ ഈ ക്യാമറമാരൊക്കെയാണ്. നെല്ലി ഇറാനിയൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൂടുതലും ബാലു മഹേന്ദ്രയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ ഒരു പടത്തിന് വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റായിരുന്നു. അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് നിന്നിട്ട് അദ്ദേഹത്തിന് പഠിപ്പിക്കാനുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചെക്കനാണ്ട് ഡേയ് വാടാ എനിക്ക് ഉക്കാറിടാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഞാൻ പഠിക്കരുത്, എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്തു. തെക്കുറിശി ക്ലാപ്പ് അടിച്ചു. അപ്പോൾ KPS ലളിതർ മുഖത്താണ് ക്ലാപ്പ് വെച്ചിട്ട് അടിച്ച് ശങ്കരാടി സ്വിച്ച് ഓൺ ചെയ്ത് അങ്ങനെ ആദ്യത്തെ ഷൂട്ടിങ് തുടങ്ങി. എൻ്റെ സിനിമ മനസ്സൊരു മയിൽ എന്ന് പേരിട്ടു. ഡോക്ടർ ഭാഷൻ തന്നെ പ്രൊഡ്യൂസർ. എൻ്റെ 14 ഡയറക്ടേഴ്സും വന്നു, എല്ലാവരും കൂടി വിളക്കുകൊടുത്തി. അപ്പോൾ അതിൽ പറഞ്ഞൊരു കഥയുണ്ട്. തിക്കുറിശി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ആണെന്നറിയാം. ആ കഥ പറയാൻ പാടുമില്ല എന്നറിയാം, എന്നാലും പറയാം. യൂട്യൂബിലായതുകൊണ്ട് നേരിട്ടാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എന്നെ വന്ന് തല്ലും. എന്നാൽ ഞാൻ കുറച്ച് പറയാം, അശ്ലീലമല്ലാത്ത രീതിയിൽ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ റെഡിയായി ക്ലാപ്പ് അടിക്കാൻ പോണു, ഞാൻ റെഡിയായി സ്റ്റാർട്ട് ക്യാമറ പറയാൻ നിൽക്കണു. മോനെ വെയിറ്റ് ഞാനൊരു കഥ പറയാം, അത് കേട്ടിട്ട് തുടങ്ങിയാൽ മതി, നീ നന്നായി വരും. അപ്പോൾ കംപ്ലീറ്റ് കുടുംബങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അല്ലാണ്ട് പുള്ളി എല്ലാവരെയും നോക്കി പറയണം. അത് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് തൈര് വിൽക്കാൻ വരും സ്ത്രീകൾ. അവർ ചേലയൊക്കെ ഉടുത്തിട്ടാണ് വരുന്നത്. ആ ചേലയൊക്കെ ഭയങ്കര സെക്സി ആയിട്ട് ഉടുത്തിട്ടുണ്ടാവും. അവർക്ക് അന്ന് ബ്ലൗസില്ല, അതാണ് അവരുടെ സ്റ്റൈല്. അപ്പോൾ അവർ വന്നിങ്ങനെ തൈര് വിൽക്കുന്ന കൂട്ടത്തിൽ പലതും വിൽക്കും. അപ്പോൾ
ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി മുഖത്ത് നോക്കും. തീർച്ചയായിട്ടാണ് പറഞ്ഞു വരുന്നത്, ഇനി എന്താ പറയില്ല. അങ്ങനെ വന്നു പോകുന്നു. അപ്പോൾ അവിടെ ഒരു ഒറ്റക്കയ്യനുണ്ട്. ഒറ്റക്കയ്യൻ ഇവളെ കാണുമ്പോഴൊക്കെ ചോദിക്കണം, ഡേ എനിക്കും കൂടി തടി പോടാ ഒറ്റക്കയ്യ, അവന് വേണത്രേ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് പോവും. ഒറ്റക്കയ്യന് ഭയങ്കര നിരാശയായിരുന്നു. ഞാൻ ചുരുക്കി പറയാണ്. ഒരു ദിവസം ഒറ്റക്കയ്യൻ തീരുമാനിച്ചു, എന്തായാലും ഞാനും ഇവളെ സാധിക്കും. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കരയിൽ തൈര് വിറ്റിട്ട് അടുത്ത കരയിലേക്ക് പോകണ വഴിക്ക് ഒരു പാടത്ത് കൂടെ വേണം പോകാൻ. അത് ഒരു പാടത്തിൻ്റെ 2 സൈഡും പാടമാണ്. ഈ ഒറ്റയടി പാതയിൽ കൂടെ പോകുമ്പോൾ 2 സൈഡിലും പനകളാണ്. ആരുമില്ല. ഉച്ചനേരം, ആ ഉച്ചയ്ക്ക് 1:30-2 മണിയപ്പോൾ ആ സമയത്താണ്, നട്ടുച്ചയാണ്. ആരുമില്ല. വീട് തൈര് വിറ്റിട്ട് ഇവിടുന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു പനയുടെ ചോട്ടിൽ ഒറ്റക്കയ്യൻ ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റക്കയ്യൻ അവിടുന്ന് മെല്ലെ പുറത്ത് വന്ന് ഇവിടെ ഇടുപ്പിൽ ചേർത്ത് പിന്നുന്ന ഒറ്റ പേടിയാണ്. പേടിച്ച് കഴിഞ്ഞാൽ ഇവൾ പെട്ടെന്ന് തിരിഞ്ഞ് ഒറ്റക്കയ്യ വിടറ എന്ന് പറഞ്ഞു. കുറേ ബഹളുണ്ടാക്കി. ഇവളുടെ തലയിലത്തെ തൈരായം വീണ് താഴെ വീണ് പൊട്ടി. അവൻ വിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഒറ്റക്കയ്യൻ കുറിച്ച് പറയണം, ഒറ്റക്കയ്യനല്ലേ, അവൻ എല്ലാ പണിയും ഒറ്റക്കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ്റെ കയ്യിന് ഭയങ്കര ആരോഗ്യമാണ്. അതുകൊണ്ട് ഈ പിടിച്ച പിടിയിൽ അവൾ തളർന്നു പോയി. അവസാനം അവൾ എന്തിനും റെഡി എന്നുള്ള ഭാവത്തിലേക്ക് എത്തി. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റക്കൈനൊരു വിളിയുണ്ട്, ആരുമില്ല എൻ്റെ തുണിയൊന്നും അയച്ചു തരാമെന്ന്. കാരണം കൈവിട്ടാൽ അവൾ ഓടിപ്പോവും എന്ന് പറഞ്ഞിട്ട് നിർത്തി. ഇനി നീ തുടങ്ങിക്കോ ഡയറക്ഷൻ. കംപ്ലീറ്റ് എല്ലാവരും നിന്ന് പൊട്ടിച്ചിരി നാണിച്ച് വായ്പൊത്തിച്ചിരിക്കുന്നു. അങ്ങനെ അനുഗ്രഹിച്ചിട്ടാണ് ചന്ദ്രകുമാറിനെ ഡയറക്ടറാക്കിയത്. അങ്ങനെ ക്ലാപ്പ് അടിച്ച് മനസ്സൊരു മൈലിൽ സിനിമ തുടങ്ങി. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി അമൃതം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.